നമ്മളൊരു 2 വർഷം എങ്ങനെ ആയിട്ടുണ്ടാവും. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 3 വർഷമാവും. വേദയുടെ പ്രൊമോഷന് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. വല്ല സ്റ്റിറോയിഡ് എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, സ്റ്റിറോയിഡ് അല്ലടാ. എടാ എന്താ പരകായ പ്രവേശമായിരുന്നല്ലേ? എടാ സ്റ്റേജ് ഭയങ്കരമാ. സ്റ്റേജ് എന്നൊരു എനർജി നമുക്ക് കിട്ടൂല, അത് ഭയങ്കരമാണ്. അന്നത്തെ ദിവസമാണ് ഞങ്ങളുടെ ഡയറക്ടർ അമ്മേനെ വിളിച്ചിട്ട് ഇതുപോലെ അടിപൊളിയാണ്, കൊള്ളാം, നല്ല ആക്ടറാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം ആ ഒരു ഇമോഷൻ മൊത്തം ഇങ്ങനെ കിടക്കുക അകത്ത്. അപ്പം സഡൻലി ഇവരെൻ്റെ പേര് വിളിക്കുന്നത്. അപ്പം എനിക്ക് ടെൻഷൻ കൂടി. എനിക്ക് ഈ ക്ലോസ്ഡ് സ്പേസിൽ സംസാരിച്ച ശീലമുള്ളൂ. ഇത്രയും ഓപ്പൺ സ്പേസിൽ എനിക്ക് എന്താ മീറ്റർ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മൈക്ക് കൊടുത്തോണ്ട് ഹലോ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. എനിക്ക് എന്താ നടന്നതെന്ന് ഓർമ്മയില്ല. വീട്ടിൽ വന്ന് വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവണം, ദൈവം തമ്പുരാനെ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വെക്കണത്, ആൾക്കാർ വല്ലവരും നെഗറ്റീവ് പറയും. ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ഭയങ്കരമായിരുന്നല്ലോ അത്, പരിപാടിയായിരുന്നു. ഈ രജനീകാന്ത് ഫാൻ ആവുന്ന ആളുകളുണ്ടല്ലോ, അതിനിപ്പോൾ ജോഗ്രഫിക്കലി കേരളത്തിൽ അത് പാലക്കാടും ട്രിവാൻഡ്രത്തും അതിൻ്റെ ഫാൻ ബേസ് വളരെ കൂടുതലാണ്. കേരളം മൊത്തം അതുണ്ട് എങ്കിൽ പോലും അത് വിജയ് ഫാൻസിനായാലും അത് എന്താ പറയുക, പാലക്കാടും കൊല്ലവും ട്രിവാൻഡ്രത്തുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു രജനീകാന്ത് ഫാൻ ആവുക എന്നുള്ളത് വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നോർമലി എല്ലാവർക്കും വരുന്നൊരു കാര്യം. പക്ഷെ ഇത് കുറേ ഇടങ്ങളിൽ പോടാ ആണ്ടവനെ നമ്മ പൊക്ക് തീർക്കുക, ഈ ഡയലോഗ് കയറി വരിക എന്ന് പറഞ്ഞാൽ DNA-യിൽ രജനീകാന്തിന്റെ ഒരു ഫാൻ ബോയ് ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. രജനീകാന്ത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? രജനീകാന്ത് എടാ കൊച്ചിലെ മുതലേ ഇപ്പം അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ച് കൂടുതൽ സിനിമയും കണ്ടിട്ടുള്ള രജനി സാറിൻ്റെയാണ്. പിന്നെ രാജമാണിക്യം, രാവണ പ്രഭു, ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. നരൻ ഒന്നും ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം പക്ഷെ രജനീകാന്തിന്റെ എല്ലാ പടവും എൻ്റെ അച്ഛൻ തീവ്ര രജനി ഫാനാ, ഭയങ്കര രജനീകാന്ത് ഫാനാ. വീട്ടിലാണെങ്കിലും KTV, സൺ TV, പടയപ്പ, ഭാഷ, ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട്. അന്ന് DVD കാലമാണ്. നമ്മൾ ഭീമാപള്ളി പോയിട്ട് അവിടെ നിന്ന് ഈ ഭാഷയും പടയപ്പയും വാങ്ങിച്ച് കണ്ട് എനിക്ക് അന്നത്തെ സമയം തൊട്ടേ ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയാണ് തളപതി. തളപതി കണ്ട ഞാൻ ഹയ്യ. തളപതി പടമാണ്. തളപതി കണ്ട ഞാൻ എന്ത് ഡൗൺ ആണെങ്കിലും ഞാൻ ഭയങ്കര ഹയ്യ. സിനിമ തളപതിയാ? എനിക്ക് ഈ ലോക സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തളപതിയാ. എനിക്കത് പ്രത്യേക ഒരു. ഏതാ ഇഷ്ടപ്പെട്ട സീൻ? ഇയാള് മറ്റേ കളക്ടർ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒന്ന് രണ്ട് അമ്മയെ കാണുമ്പോ അമ്മയാണെന്ന് അയാള് പറയുമ്പോഴേ രജനീകാന്തിന്റെ തലൈവരുടെ പുറത്തെ ഷോട്ട് ഒറ്റ കട്ടില്ല. അയാൾ ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്തൊക്കെയോ കാണിക്കും. എനിക്കിങ്ങനെ പൊങ്ങും. എനിക്കിങ്ങനെ ഇത് കാണുമ്പോഴും മണിരത്നം എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് രജനീകാന്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എനിക്ക് തളപതി. എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പടയപ്പ തൊട്ടേ ഞാൻ ഓവർ കോട്ട് ഇട്ടിട്ട് അപ്പൊ അന്ന് തൊട്ടേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര താല്പര്യം. ഇപ്പം ഞാൻ സിനിമയിലേക്ക് വരുന്നു എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവന്മാര് അളിയ അമ്മ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇത് നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു പരിപാടി. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗ് ആണ്ടവനെ നമ്മ പക്ക വെറുക്കാം. അതിനുശേഷമുള്ള എൻ്റെ റിംഗ് ടോണും തലൈവറ. ഈ ഡയലോഗിലെ എൻ്റെ റിംഗ് ടോൺ തുടങ്ങുന്നത്. എനിക്ക് ആൾക്കാർ ഞാൻ വലിയ മീറ്റിങ്ങിന് വല്ലതും പോകണം, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ് സൈലൻസ് ആയിരിക്കും, ഇങ്ങനെ അടിക്കും, എല്ലാരും കൂടെ എന്നെ നോക്കും. എനിക്കത് കുഴപ്പമില്ല. എന്റെ രജനീകാന്തുള്ള എനിക്ക് ആ വൈബാ. ചിലപ്പോ പരിചയമുള്ളൊരു ചേട്ടനുണ്ട്, നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സൈലൻസ് ആയിരുന്നു, പെട്ടെന്ന് മറ്റേ അയാള് പേടിച്ചു പോയി. ഹലോയില് മോഹൻലാലിന്റെ റിംഗ് ടോൺ അല്ലേ, അതേ പരിപാടിയാ ഇത്. പക്ഷെ എനിക്കിതൊരു ഹയ്യ ആണ്ടവനെ നമ്മ പക്ക വരിക. എനിക്കിതൊക്കെയാണ് എൻ്റെ ഒരു ഹൈയും ഒരു തെറാപ്പിയും ഒരു കൗൺസിലിംഗ് എല്ലാം. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. എനിക്കത് രജനീകാന്തിന്റെ പെർഫോമൻസിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിലധികം ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടില്ല. വെങ്കി കണ്ടിട്ടോന്ന് അറിയില്ല, ഈ മുള്ളും മരലല്ലേ, ഈ രണ്ട് ഒന്നുമില്ല പുള്ളിക്ക്. കെട്ട പയ്യൻ സാറിന്റെ കൈ പോണാലും പൊളച്ചിപ്പ കെട്ട പയ്യൻ സാറിന്റെ കാളിയോ. അങ്ങനത്തെ പെർഫോമറാ. പിന്നെ ആക്ച്വലി എനിക്ക് ആളുടെ ടെംപ്ലേറ്റ് പടങ്ങളൊക്കെ ഇഷ്ടമാണ്, ഭാഷ തൊട്ടിട്ട് അങ്ങോട്ടുള്ളത്. പക്ഷെ ഭാഷയ്ക്ക് മുമ്പ് ആക്ടർ രജനീകാന്ത് ഉണ്ടായിരുന്നു. ഭാഷയാണെങ്കിൽ പോലും
പെർഫോമറാ. ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു മാണിക്യമുണ്ട്, ഭാഷയായിട്ട് മാറുമ്പോഴേ ഒരു സാധനമുണ്ട്, ഇത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അത് പുള്ളി ക്യാരക്ടറൈസേഷനാ, ബെസ്റ്റ് ആക്ടറാ പുള്ളി, അപാര ആക്ടറാ പുള്ളി. ഓരോ സിനിമയിൽ ഓരോ സാധനമുണ്ട്. സിഗരറ്റ് പുള്ളിയുടെ ഇതാണ്, സ്റ്റെപ്പ് ഇറങ്ങുന്നത് സൈഡ് സൈഡായിട്ടാണ്, സ്പീഡായിട്ടാണ് നടക്കുന്നത്. പടയപ്പയില് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ആക്കുന്നത്, തലമുടി ഇങ്ങനെ ആക്കുന്നത്, തോർത്ത് വെച്ചിട്ട് ഈ സാധനം. അതെ, ഇപ്പൊ ഏതെങ്കിലും ഒരാള് കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അറിയാം രജനീകാന്ത്. ഇത് അയാൾ വിട്ട ഓരോ എഫേർട്ടാണ്, ഒരു സിനിമയിലടാ വിജയ് സേതുപതി പറഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടതാ. ഇയാള് പാത്രം കഴുകുകയാണേ, പാത്രങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് ഇരിക്കണേ, കഴുകിയിട്ട് എറിയും, ഇവിടെ പാത്രം അതിനകത്ത് വീഴുക. പല പല സൈസ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എറിയും, നോക്കൂല, ഇങ്ങനെ എറിയും, അവിടെ വന്ന് വീഴുക. അത് എന്ത് പരിപാടി. എന്റെ ഓർമ്മ അപൂർവരാഗങ്ങളുടെയാണ് ടൈറ്റിലാണെന്നാണ് എന്റെ ഓർമ്മ. അതെ, ടൈറ്റിലുണ്ട്. ടൈറ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ രജനീകാന്ത് നടുക്കെ നിൽക്കാണ്, ടെറസ, അതായത് കമൽഹാസനും ശ്രീദേവി അങ്ങോട്ടും ഇങ്ങോട്ടും തുണി അലക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഇവിടെ നിന്ന് ഇത്ര അലക്ക് വരുമ്പോ അവിടെ അത്ര അലക്ക് വരും. അപ്പൊ ഇങ്ങനെ അവര് റൊമാൻസ് ഭൂമി. അപ്പൊ ഈ രജനീകാന്ത് ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് സിഗരറ്റ് എടുത്ത് തരുന്ന ഷോട്ട് ഉണ്ട്. അതിലെന്നെ രജിസ്റ്റേർഡ്, അയാൾ അത്രയും വലിയ ഇതാണ്. എടാ ആലോചിച്ച് നോക്ക്, റേസിസം ഞാൻ പറയുന്നതല്ല, പക്ഷെ ഒരു സമയത്ത് സിനിമ എന്ന് പറയുന്നത് ഇത്രയും ലുക്ക് ഇന്നുണ്ട്. കാർത്തിക് സുബ്രാജ് XX പറഞ്ഞതാണ്, ഇന്ത്യാവിൻ മുതൽ കറുപ്പ് ഹീറോ. ശരിയാണ്. അയാൾ എത്ര വിഷമങ്ങൾ കടന്നുപോയി കാണാം, അയാൾ എത്ര ഇതുണ്ട്, അയാളുടെ ഹാർഡ് വർക്കാ. ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു, ഞാൻ രജനീകാന്തിനെ മീറ്റ് ചെയ്തു. ഞാൻ രജനീകാന്ത് അഭിനയിക്കണുണ്ട്. യെസ്, ഞാൻ രജനീകാന്തിനെ അഭിനയിക്കണുണ്ട്. കൂലി റിലീസ് ചെയ്യണവരെ ഞാൻ വെയിറ്റ് ചെയ്യാ പടം ഇടാൻ. ഞാൻ രജനീകാന്ത് അഭിനയിക്കണുണ്ട്. രജനീകാന്ത് സ്റ്റിൽ അഭിനയിക്കണ മുന്നേയും ലോകേഷ് ഡയറക്ടർ വരുമ്പോഴത്തേക്കും രജനീകാന്ത് അദ്ദേഹം ഡയലോഗ് പറയും, പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യട്ടാ സാർ ചോദിക്കും. അപ്പൊ ലോകേഷ് ഓക്കെ സാർ നമുക്ക് നോക്കാം, പുള്ളി ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോകേഷ് അങ്ങനെ ചെയ്യണമല്ലേ, ഓക്കെ. എടാ പുള്ളി ഇപ്പോഴും ഡയറക്ടറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും. അപ്പൊ അതാണ് നമ്മളെ ഡയറക്ടറാണ് നമ്മുടെ അൾട്ടിമേറ്റ്, അയാളാണ് നമ്മുടെ എല്ലാം. പുള്ളിയെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ വിഷൻ വർക്കാവുമ്പം ഓഡിയൻസ് പരിപാടി കിട്ടും. പക്ഷെ ആ രജനി സാറ്, അതായത് ഞാൻ കണ്ടത് ഒരു മാസ് സീക്വൻസ് ആയിരുന്നു, ഒരു സ്ലോ മോഷൻ. ഞാൻ മോണിറ്ററിൽ ഞാൻ നിൽക്കുക, വലിയ മോണിറ്റർ, നമ്മുടെ ഇവിടുത്തെ അല്ല, വലിയ മോണിറ്റർ, ബാക്കിൽ നിന്ന് സ്ലോ മോഷൻ ഇങ്ങനെ കാണുക. അപ്പൊ അനിരുദ്ധിന്റെ BGM ഉണ്ട്, അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഒരു പ്രോപ്പർ BGM ഉണ്ട്. അത് വിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇതില് മറ്റേ BD ഫ്ലിപ്പ് ചെയ്യുന്നില്ല ട്രെയിലറിൽ, അതിന്റെ ഒരു സീക്വൻസ്, അതിന്റെ വേറൊരു തരം സീക്വൻസ് കണ്ടിട്ട് ഞാൻ മറ്റേ ഓരോ സീക്വൻസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ക്ലാപ്പടി. ഞാൻ മാത്രമല്ല, അവിടെ ഒരു 900 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ, എല്ലാവരും ക്ലാപ്പടി. പുള്ളി ഒരു കൊച്ചു കുട്ടികളെ പോലെയാ. ഭയങ്കര മനുഷ്യനാടാ പുള്ളി. നമുക്കൊക്കെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാ. ഒരു സിനിമാ നടൻ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യോ ഒരാളുടെ ജീവിതത്തിലെന്ന് ചോദിച്ചാൽ യെസ്, രജനീകാന്ത് ഇൻഫ്ലുവൻസ്ഡ് മീ എ ലോട്ട്. നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകാന്ന് വിചാരിച്ചോ, അപ്പോൾ ശരിക്കും നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സീക്വൻസായി. ഭാഷയുടെ അകത്ത് അത്രയും ആളുകൾ മറ്റേ കെട്ടിയിട്ടടിച്ചിട്ട് പുള്ളി മഴയത്ത് ഇതൊക്കെ എന്താണെന്നാണ് ഭയങ്കര ശരിക്കും ഭാഷയുടെ ആ രീതിയിൽ നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം മാറ്റാനും പറ്റുന്ന പാടാ ഭാഷ. അതെ 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 അതെ. തളപതിയിലെ ഓരോ ഹൈ പോയിന്റ്, ഒരു സ്ലോ മോഷനും ഇല്ലാതെ കാണിക്കുന്ന പരിപാടി ഭയങ്കര. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളെ ഇവിടുത്തെ ആളുടെ പറയാം, ഇപ്പൊ രജനി സാർ. അതേപോലെ മമ്മൂക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, മമ്മൂക്കയാണ് എനിക്ക് പ്രീസിൽ അവസരം തരുന്നത്. മമ്മൂക്കയാണ് കാരവാനിൽ എന്നെ വിളിച്ചിട്ട്, എന്തിവിടെ ഡയറക്റ്റ് ജോഫിൻ ചേട്ടനുണ്ട്, ഇവൻ ഓക്കെ അല്ലേ? ജോഫിൻ ചേട്ടൻ പറഞ്ഞു ഓക്കെയാണ്, എന്നാ പോ ഡ്രസ്സ് മാറും, മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വാ, നോക്കാം നമുക്ക്. ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തായിരിക്കും എന്നെ? ഇല്ല, ഞാൻ അന്ന് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ ഞാൻ. അതായത് ആ സമയത്ത് 2 ടേക്ക് പോയപ്പോഴത്തേക്കും പ്രീസ്റ്റിലെ ADs എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുമിഞ്ഞു കൂടി. അപ്പൊ നമുക്ക് പറഞ്ഞു മാറ് എന്റെ കുട്ടി എല്ലാരും കൂടെ ഉപദ്രവിക്കല്ലേ. എനിക്ക് അതിൽ വിഷമം എന്താണെന്ന് വെച്ചാൽ, പുള്ളി തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞു ഇവൻ ഒരു റൗണ്ട് ഓടും. പക്ഷെ പുള്ളി ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് എന്റെ പരിപാടി എനിക്ക് പ്രീസ്റ്റിൽ കാണിക്കാൻ പറ്റിയില്ല. എന്റെ പേടി എന്നെ നശിപ്പിച്ച്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തേനെ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ്. മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതാ, വെളിപാടിന്റെ പുസ്തകം ഓടിയനും.
എനിക്ക് ഭയങ്കര താല്പര്യം, എനിക്ക് ഇവരുടെ കൂടെ അത് എന്ത് റോള്, ഒരു സെക്കൻഡ് എന്നെ വിളിച്ചാൽ പോലും ഞാൻ റെഡി. കാരണം എനിക്ക് ഇവരുടെ കൂടെ എനിക്ക് അന്ന് വിട്ട സാധനം എനിക്ക് തിരിച്ചു പിടിക്കണം. അന്ന് ഞാൻ പ്രീസ്റ്റിൽ എനിക്ക് വിട്ടുപോയ സാധനം ഞാൻ തിരിച്ചു പിടിക്കാൻ ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം ആണെങ്കിലും ലാലേട്ടൻ്റെ ഒപ്പം, എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം മമ്മൂക്കയുടെ ഒപ്പം മമ്മൂക്കയുടെ പ്രോസസ്സും കാര്യങ്ങളും, ലാലേട്ടൻ്റെ ഒപ്പം എനിക്ക് അത് സംഭവിച്ചിട്ടില്ല. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം വരും, എന്തെങ്കിലും ഒരു കിടിലം പരിപാടി വരും ഉറപ്പാ. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാ, ലാലേട്ടൻ്റെ ഒപ്പവും മമ്മൂക്കയുടെ ഒപ്പവും ഞാൻ ചെയ്യും. പക്ഷെ അത് പ്രീസ്റ്റ് അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പരിപാടി. ആ പേടിയില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കൂടെ ഞാൻ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കും. എനിക്കത് ചെയ്യണം. കാരണം എന്നെ അത്രയും വിശ്വസിച്ച് മമ്മൂക്ക അതൊരു തന്നിട്ട് എനിക്കത് അത്ര അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഗിൽട്ട് ഉണ്ട് ഉള്ളിൽ. അതേപോലെ അൾട്ടിമേറ്റ്ലി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കും. ഞാൻ രജനി സാറിൻ്റെ കൂടെ ഐ വിൽ വർക്ക് വിത്ത് ഹിം. ഞാൻ ജയിലറിലൊക്കെ ചാൻസ് ചോദിച്ചതാണ്, എനിക്കത് കിട്ടിയില്ല. അത് ക്യാരക്ടർ ചിലപ്പോൾ ഇല്ലായിരിക്കും, പക്ഷെ കിട്ടും, അഭിനയിക്കും. അതൊരു മൊമെൻ്റ് ആയിരിക്കും. എൻ്റെ അമ്മയും കൊണ്ടുപോകും ഫസ്റ്റ് ഡേ ഷൂട്ടിന്. അതെൻ്റെ മൊമെൻ്റാ. ഞാൻ എന്തായാലും ഞാൻ ചെയ്യും, എനിക്കത് ചെയ്യണം. ഒരു വലിയ 200 പേജിന്റെ പുസ്തകം തന്നെ ഉണ്ടല്ലോ സ്വപ്നങ്ങളുടെ. സ്വപ്നം നമുക്ക് കാണാലോ ബ്രോ. ഇത് ആഗ്രഹമാണ്, സ്വപ്നമല്ല. എനിക്കിത് ആഗ്രഹമാണ്, എനിക്കിത് വേണം എന്ന് ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നതാ. റീസണബിൾ ആയിട്ടുള്ള ആഗ്രഹമാണ്. മമ്മൂക്കയോട് അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. ഞാനത് അഭിനയിച്ചതാ. ആ കേസ് എനിക്ക് തിരിച്ചു പിടിക്കണം. എനിക്ക് മമ്മൂക്കയുടെ കൂടെ നല്ല രീതിയിൽ എനിക്ക് ഇവൻ കൊള്ളാം. ഇപ്പൊ നമ്മള് കണ്ണൂർ സ്ക്വാഡ് കണ്ടപ്പം അർജുൻ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിന്നില്ലേ, കിടിലായിരുന്നില്ലേ? അപ്പൊ അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ മിസ് ചെയ്തത്. എനിക്ക് തിരിച്ചു പിടിക്കണം ബ്രോ അത്. ഈ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ നമ്മൾ 90s ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും ലൈഫിന് അനിരുദ്ധിന്റെ മ്യൂസിക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫ്രം മൈ ഡിസ്കവറി ടു VIP സൗണ്ട് ട്രാക്ക്, ജേഴ്സിയുടെ സൗണ്ട് ട്രാക്ക്, പിന്നെ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ സൗണ്ട് ട്രാക്കുകൾ ഉൾപ്പെടെ. അതിൽ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് RR ചെയ്യുന്നത് അനിരുദ്ധാണെന്ന് അറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതെ അതെ, അത് വല്ലാത്തൊരു ഈഗോ ബൂസ്റ്റാണ് നമുക്ക്. പിന്നെ അത് ഫസ്റ്റ് ഡേ തന്നെ സാർ എൻ്റെ അടുത്ത് ലുക്ക് ടെസ്റ്റിന് കണ്ടപ്പോഴേ പറഞ്ഞു, സിനിമ ഷൂട്ട് ചെയ്യുന്ന ഗിരീഷ് ഗംഗാധരനാണ്, മ്യൂസിക് ചെയ്യുന്ന അനിരുദ്ധാണ്. നമ്മൾ ഭയങ്കര പൊളി. കാരണം അനിരുദ്ധിന്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കൂട്ടുകാരന്മാരുടെ അടുത്ത് എന്തെങ്കിലും അനിരുദ്ധ് വർക്ക് ചെയ്യണ പടത്തിൽ ഞാൻ നിന്നോളാന്ന് പറഞ്ഞിട്ട് നടന്നു എന്നുള്ളതാ. അപ്പം അത് ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരുടെ മൊബൈലിലും അനിരുദ്ധിന്റെ ട്രാക്ക് ഉണ്ട് ബ്രോ. അനിരുദ്ധിന്റെ പാട്ടുകൾ പല ആക്ടേഴ്സിനും കുറച്ചും കൂടെ അപ്ലിഫ്റ്റും. ഇപ്പൊ നമ്മള് VIP ഏറ്റവും വലിയത് അനിരുദ്ധിന്റെ പാട്ടുകളും ഭയങ്കരമായിരുന്നു, 3യും അതും എല്ലാം. അപ്പം അതുപോലെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ നമ്മൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യൂലേ, കുറച്ചും കൂടെ നമുക്ക് ഒരു പരിഗണനയും കൂടെ കിട്ടൂലേ എന്നുള്ളൊരു സാധ്യതയും പിന്നെ ഒരു എക്സൈറ്റ്മെന്റും. എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു BGM, ഇപ്പം ഞാൻ അന്ന് അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിന്റെ OST ഇറങ്ങുമ്പം ഇതേ രജനീകാന്തിന്റെ ട്യൂണിന് ശേഷം ഈ BGM കൂടെ ഞാൻ മിക്സ് ചെയ്യും. സംസാരിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ അവിടെ വെച്ച് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ വന്നു, അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അനിരുദ്ധിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇരുന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട് ഉണ്ട്, പ്ലീസ് എന്നെ ഒന്ന് സജസ്റ്റ് ചെയ്ത് വിട് എല്ലായിടത്തും. എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. ഞാനത് ചോദിച്ചു. കാരണം കാരണം ഇത്രയും വലിയ ആക്ടേഴ്സ് ചാൻസ് ചോദിക്കുന്നുണ്ട് ബ്രോ. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ആൻഡ് ഫൈനലി ഒരു ഔട്ട്സൈഡർ ഉണ്ടാക്കുന്ന ഒരു ബൂം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും അവസാനം അതിൻ്റെ ഒരു വലിയ സ്കെയിലിൽ വിറ്റ്നസ് ചെയ്തത് അത് വിജയ് ദേവർകൊണ്ടാന്നുള്ള ഫിനോമിന കൊണ്ടാണ്. റൈറ്റ് ഫ്രം അർജുൻ റെഡ്ഡി പോലൊരു കൾട്ട് സിനിമ. ഇപ്പം അതിൻ്റെ പറയുന്ന കോണ്ടന്റ് എന്തായിക്കോട്ടെ, അത് ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. വിജയ് ദേവർകൊണ്ടെന്നുള്ള ഫിനോമിന ഉണ്ടാക്കിയ ഒരു മാറ്റം ഉണ്ടല്ലോ. പാൻ ഇന്ത്യനൊക്കെ അയാളിലേക്ക് കൊണ്ടെത്തിച്ച കുറേ സമയങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി കുറേ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുറേ കാലത്തെ ഷൂട്ടിംഗ് അനുഭവം ഉണ്ട്. വിജയ് ദേവർകൊണ്ട എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? എനിക്ക് അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഡയലോഗ് പഠിക്കുക എന്നുള്ളൊരു ലാസ്റ്റ് ഒരു ഫൈറ്റ് പരിപാടി വന്നപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത് സംസാരിക്കുക. അപ്പം പുള്ളി മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കും, പുള്ളിയുടെ സംസാരം. ദ തിങ് ഈസ്, പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നു, ഫൈൻ, വന്നത് ഓക്കെ, നിലനിൽക്കുന്നു. മനസ്സിലായോ? അതായത് പുള്ളിക്ക് ഇങ്ങനെ ആൾക്കാർ പറയുന്ന പോലെ ഇപ്പം അർജുൻ റെഡ്ഡി, ഗീതാ ഗോവിന്ദം, ടാക്സി വാല, ഡിയർ കോമ്രേഡ് കഴിഞ്ഞ ബാക്കിയുള്ളതെല്ലാം പുള്ളി വിചാരിച്ച എക്സ്പെക്ടേഷനിൽ വന്നിട്ടില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ പുള്ളിക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം, പുള്ളി ഭയങ്കര സ്വീറ്റ് ആണെടാ. പുള്ളി എൻ്റെ പോസ്റ്ററൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ട്, അതായത് ഒരു കോ ആക്ടറിനെ ഒരു ഈഗോ ഇല്ലാതെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈവൻ സത്യദേവ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്, പുള്ളിയുടെ ചേട്ടനായിട്ട് അഭിനയിച്ചത്. അതെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ റീമേക്ക് ചെയ്ത പുള്ളി ഒരു അതെ
അപ്പം പുള്ളി ഒരു അസാധ്യ ആക്ടറാണ്. പുള്ളി എനിക്കും പുള്ളിക്കുമാണ് കൂടുതൽ സീൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തു നോക്കട്ടെ, ഇങ്ങനെ ഷട്ടിൽ. അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് എനിക്കും ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെ തള്ളി ഇങ്ങനെ പിടിച്ച് അത്രയും ഇതായിട്ട് നമ്മൾ ചെയ്തതും. ഒരു സജഷനൊക്കെ പുള്ളി, ഞാൻ ഒരു സീൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു സാധനം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞാ നീ 2 പ്രാവശ്യം പറയണം, 1 പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇതൊക്കെ പുള്ളി പറയുന്നതും. അപ്പം ഇതെല്ലാം നമ്മളെ ഇപ്പം ഞാനിപ്പം വരുന്ന രജീഷ വിജയൻ തൊട്ട് മമ്മൂക്ക തൊട്ട് ലാലേട്ടൻ തൊട്ട് GV പ്രകാശ് തൊട്ട് വിജയ് ദേവർകൊണ്ട, സത്യദേവ്, ഇവരുടെ എല്ലാം ഉണ്ട് ബ്രോ. ഇവരുടെ എല്ലാം പിക്ക് ചെയ്തെടുക്കാറുണ്ട്. ഈവൻ വിജയ് സേതുപതി അദ്ദേഹമായിട്ട് ഒരു പടത്തിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പടം. അപ്പം ചെയ്തപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസാ. അപ്പം ഞാനങ്ങ് ദൂരെ നിന്ന് ഓടി വരണം, ഒരു പയ്യൻ വരുന്നു, ഫൈറ്റ്. ഇവിടെ നിന്നൊരു പയ്യൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തണം. ടൈമിങ് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു മുൾക്കാട് പോലെയൊക്കെയാണ്, കണ്ടുകൂടാ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ തെറ്റിച്ചപ്പോൾ ഡയറക്ടറൊക്കെ വന്ന് വഴക്ക് പറഞ്ഞു. ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 1 വർഷം മുന്നേ. അപ്പം അടുത്ത പ്രാവശ്യം ടേക്ക് ഓഫ്, വിജയ് സേതുപതി തിരിഞ്ഞിട്ടുണ്ട്, ഓക്കെ ആയില്ലേ, ഓക്കെ ആയി, ഞാൻ നിന്റെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എനിക്കറിയായിരുന്നു നിന്റെ കഷ്ടം, നീ അവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഓടി വരണത് എനിക്കറിയാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞടാ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ, നീ ഹീറോയാണ്, യു ആർ എ ഹീറോ മെറ്റീരിയൽ, അത് മാത്രം നീ ഫോക്കസ് ചെയ്യും. ഭയങ്കര ഇതുപോലത്തെ കുറെ ആൾക്കാരുടെ, അതായത് ഇവര് അവരുടേതായിട്ടുള്ള അച്ചീവ്മെന്റും അല്ലെങ്കിൽ ഇവരുടെ ഇതെല്ലാം വന്നിട്ട് ഇവര് ഒരു കോ ആക്ടറിനെ ബ്ലെസ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബ്രോ, ഇതെല്ലാം എനിക്ക് വലുതാ. അതിനി എന്ത് ചെറിയ കാര്യം നടന്നാലും എനിക്ക് ഇതൊക്കെ ഒരു വലിയ മാറ്ററാണ്. അതാണ് എൻ്റെ ഹാപ്പിനെസ്. 9 മിനിറ്റ് അകത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 3-3.5 മിനിറ്റ് അതിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവുള്ളൂ. അപ്പോഴും ഒരു 5 മിനിറ്റ് തെലുങ്കുണ്ട്. അത് കറക്റ്റ് തെലുങ്കുണ്ട്. അതായത് മൂവി സ്ഥാനം എന്നൊക്കെ പറയുന്നത് ശരിക്കും അവിടുത്തെ ഡിക്ഷനോട് കൂടി, അവിടുത്തെ സ്ലാങ്ങോട് കൂടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ തെലുങ്ക് സിനിമകളൊക്കെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഇത് ആ ഡിക്ഷൻ എങ്ങനെ കിട്ടി? അത് നമ്മൾക്ക് ഭയങ്കര പാടായി കിട്ടാൻ. എടാ അങ്ങനെയല്ലടാ, ഞാൻ ഫസ്റ്റ് ഒരു 6 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു റാക്ക് പിക്കിങ്, നമ്മുടെ സ്ലം ഇല്ലേ, അത് ബേസ് ചെയ്ത് കാക്കാമുട്ടൈ വൈബിലുള്ള ഒരു പടമായിരുന്നു. ചെറിയ ക്രൗഡ് ഫണ്ടഡ് ആയിരുന്നു, പക്ഷെ അത് ഇറങ്ങിയില്ല. ഓക്കെ, അത് ഷെൽഡായി പോയി. പക്ഷെ അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ഞാൻ ബുക്കിൽ ഫുൾ ഡയലോഗും എഴുതിയാ പഠിക്കുന്നത്. ഞാൻ സ്ക്രിപ്റ്റിലല്ല, സ്ക്രിപ്റ്റ് തന്നാൽ പോലും ഞാൻ എഴുതിയ ഡയലോഗ് പഠിക്കുന്നത്. അപ്പം എനിക്ക് വാക്കുകളുടെ അർത്ഥം എന്താണെന്നും ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യണമെന്നും ഓരോന്നും എനിക്ക് ഓരോ സിനിമയിൽ നിന്ന് എനിക്ക് ആ സിനിമയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറന്ന് ഇവിടെ വന്നപ്പോൾ അപ്പം കിങ്ഡം ഞാൻ മെയ് 9 കഴിഞ്ഞ വർഷം 2024 മെയ് 9 ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ തെലുങ്ക് ആൾക്കാരുമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ബേസിക് ആയിട്ടുള്ള തെലുങ്ക് അറിയാം. എനിക്ക് ഗ്രാമർ പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാ, കടിച്ചാൽ പൊട്ടാത്ത വാക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ബേസിക് ആയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ സംസാരിക്കും. കാരണം നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതുകൊണ്ട് ഇത് തെറ്റിപ്പോകുന്നുള്ള പേടിയില്ല. കാരണം ഞങ്ങൾക്ക് ഈ ഭാഷ നമുക്ക് അത്ര അറിയില്ലല്ലോ. അപ്പം എനിക്ക് അങ്ങനത്തെ പേടിയോ ശരിയാവോ അങ്ങനത്തെ ഒരു തോട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഡയലോഗ് കാണാതെ പഠിച്ചതിന്റെ ഗുണമാണ് ഈ വാക്കുകളൊക്കെ. കാരണം ഇതെല്ലാം ഞാൻ പറയുന്ന ഡയലോഗുകളിലുള്ള വാക്കുകളാണ്. പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് സ്ഥിരമായിട്ട് സംസാരിക്കുമ്പോഴുള്ള വാക്കാണ്. ഞാൻ അവിടെ പറഞ്ഞ കംപ്ലീറ്റ് ഏറ്റവും ബേസിക് തെലുങ്ക, അല്ലാതെ മറ്റേ ഭയങ്കര ഗ്രാമറോ ഭയങ്കര വാക്കുകളോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിങ്ങനെ വന്നതാ. ആ 9 മിനിറ്റിൽ എന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് ആയിരുന്നു. 1.5 മിനിറ്റ് പ്രിപ്പയർ ചെയ്ത് അത് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞിട്ട് പോവുക എന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ. കാരണം നമ്മളിപ്പോ ഒരുപാട് സമയമെടുത്ത് ഇവർക്ക് ഓരോ ടൈമിംഗ് ഉണ്ടല്ലോടാ, ഓരോരുത്തർ ഇത്രയൊക്കെ ആണെന്ന്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഈ എനർജി പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ 1.5 മിനിറ്റ് ഒക്കെ മറന്ന് എന്തൊക്കെയോ തേങ്ങ ഞാൻ അവിടെ നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയണാണ്, സോറി എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഒരു ഫ്ലോയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ടെംപ്ലേറ്റോ ഇല്ലാത്ത രീതിയിൽ എന്തോ ഒരു സാധനം കാട്ടിക്കൂട്ടി ജെനുവിനായിട്ടാണ് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ആൾക്കാർക്ക് അങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കുറെ കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു സ്റ്റേജിൽ പോയി പറയണമെന്ന്. സ്റ്റേജ് എന്നല്ലടാ, എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഹീറോ ആവണം, എനിക്കൊരു സ്റ്റാർ ആവണം, എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടണം. അതായത് ഇപ്പോൾ ഞാൻ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടുത്തൊരു പടം കമ്മിറ്റഡായി. അപ്പം അങ്ങനത്തെ ഒരു ഇമോഷനൊന്നും ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെന്ന് വെച്ചാൽ ഒരു പടം കഴിഞ്ഞ് അടുത്ത സ്ക്രിപ്റ്റ് വരുന്നു, എടുക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാ. ബാക്കപ്പ് അങ്ങനത്തെ ഒരു പ്രത്യേക ലൈനപ്പോ ആ ഒരു കൾച്ചറിലോട്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരണം എന്നും നമ്മളൊരു ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആവണം എന്നും ഇതൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വലിപ്പം വെച്ചാണ് ഞാൻ പറയുന്നത്, ക്യാൻവാസ് വെച്ചാണ് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ക്യാൻവാസിൽ ഏറ്റവും വലിയൊരു ക്യാരക്ടർ എനിക്ക് കിട്ടുമ്പം ആ ഇമോഷനും എല്ലാം ആണ് അത് അന്ന് പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഗൗതം സാർ അമ്മയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞതും
ഇതെല്ലാം കൂടെ കലർന്നൊരു പരിപാടിയായിരുന്നു മൊത്തത്തിൽ വന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള പേടി എന്താണെന്ന് വെച്ചാൽ പടം ഇറങ്ങിയിട്ടേ ആൾക്കാർക്ക് ഈ സാധനം വർക്കാവണം. മറ്റേത് ഞാൻ ഇങ്ങനെ കയറി തള്ളിയിട്ട് അത് വല്ലതും പ്രശ്നമായ തീർന്ന് അതെ അതെ നേരെ ട്രോളാ. ഇവൻ കയറി അവിടെ കയറി ഇങ്ങനെ സിനിമയിലാണെങ്കിൽ എങ്ങനെ ഭാഗ്യത്തിന് എന്തോ പരിപാടി നല്ല രസമായിരുന്നടാ. ഞാൻ ഇങ്ങനത്തെ മൊമെന്റ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കോൾസ് വരുന്നതും മെസ്സേജസ് വരുന്നതും സ്ക്രിപ്റ്റുകൾ വരുന്നതും, സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് എത്ര കാലമായിരുന്നറിയാമോ ഞാൻ, എനിക്ക് അങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ അത് വരുന്നത് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ദൈവവും അച്ഛനും എല്ലാ പ്രാർത്ഥനയും എനിക്ക് ഒരുമിച്ച് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നത്. ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ നടക്കണം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ്. മാനിഫെസ്റ്റേഷനും ആഗ്രഹമാണ്, എനിക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. എനിക്കിത് വേണം. ഞാനൊരു ഭയങ്കര പെർഫോമറാണോ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ സിനിമ ചെയ്യും. ഇനി ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ സിനിമയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ അതിൽ സന്തോഷമാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ തിരുത്തും, നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആവും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും ഡെയിലി എനിക്കിതാണ്. എനിക്ക് സിനിമ 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 എന്ന് പറഞ്ഞൊരു അതിയായ ആഗ്രഹമാണ്. ഞാൻ അതിൻ്റെ പേരിൽ ഒരു സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇതേപോലെ ഞാൻ സിനിമയാണോ അപ്പോഴൊക്കെ എനിക്ക് സിനിമ തന്നിട്ടുണ്ട്. അപ്പം ശരിയാണ്, ഞാൻ സിനിമയിലാണ് എൻ്റെത്. എനിക്കിനി വേറൊരു ഓപ്ഷനോ വേറൊരു തോട്ടോ ഒന്നും എനിക്കില്ല. അപ്പം പിന്നെ അത് തന്നെയാണ് എനിക്ക് അതിൽ എൻ്റേതായിട്ടുള്ള ഏറ്റവും നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ സിനിമ വന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. സത്യം നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നല്ല നമ്മളെ ഇപ്പം ചില പടത്തിൽ നമ്മൾ നിൽക്കുന്നു, ചിലപ്പോൾ ചില കാരണങ്ങളാൽ പടം മാറുന്നു. അപ്പോൾ ഒരു വർഷം നമ്മൾ ആ പടത്തിൽ ഡിപ്പെൻഡൻ്റാണ്. അത് പെട്ടെന്ന് മാറുമ്പോൾ നമ്മുടെ കയ്യിൽ സീറോയാണ്, നമ്മുടെ കയ്യിൽ വേറെ പടമൊന്നുമില്ല, നമ്മൾ തിരിച്ച് തുടങ്ങണം. അപ്പം വേറെ പടമൊന്നുമില്ല. അപ്പം നമ്മുടെ സാഹചര്യം അനുസരിച്ച് വേറെ ജോലി വല്ലതും നോക്കണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സിനിമ വരും. ആ സിനിമയൊന്നും എൻ്റെ പെർഫോമൻസ് കണ്ട് വന്നതല്ല, ഇതുവരെ ഞാൻ ചെയ്ത എൻ്റെ പെർഫോമൻസ് കണ്ട് വന്നതല്ല, ലക്കാണ്, നിയോഗം, അല്ലെങ്കിൽ ഒരു ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് എന്നെ ഇതുവരെയും കൊണ്ടെത്തിച്ചത്. ഓരോ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സിനിമ വരുന്നതും കംപ്ലീറ്റ്ലി ലക്ക് എന്ന് പറഞ്ഞൊരു, ഞാൻ ഒരു ഭയങ്കര ലക്കിയസ്റ്റ് ആക്ടറാണ്. അതെ. പക്ഷേ കിങ്ഡത്തിൽ ഞാൻ കുറച്ചെങ്കിലും ഒരു ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയുള്ള പടങ്ങളിൽ ഇതിനേക്കാളും കിടിലം പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ കിങ്ഡത്തിന് സ്പീച്ചിനിടയിൽ പറയുന്നത് കേട്ടു ഇതിനകത്ത് ഓഡിഷനൊന്നും നടന്നിട്ടില്ല എന്ന്. ഇതിൻ്റെ പ്രോസസ്സ് അപ്പം എന്തായിരുന്നു? ഇത് ഞാൻ ഇവിടെ പെട്ടെന്നൊരു കോൾ വന്നു, ഇങ്ങനെ ഒരു പടമുണ്ട്, ജേഴ്സി ഡയറക്ടറിൻ്റെയാണ്, ഗൗതം തിന്നന്നൂരി, വിജയ് ദേവരക്കൊണ്ട പടമാണ്, ഇതിലൊരു നല്ല വലിയൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ ശരി, ഓക്കെ, എനിക്ക് ഓക്കെയാണ്, ഡേറ്റ് ഉണ്ടോ, ആവശ്യത്തിനുണ്ട്, അങ്ങനെ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോയി, ഹൈദരാബാദ് പോയി, കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. അവർക്ക് അതാണ് ലുക്ക് ടെസ്റ്റ് അവർ കണ്ടിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, സാറ് ഞാൻ ഓക്കെയാണ്, നമുക്കിത് ഡിസ്കസ് ചെയ്യാം, നമുക്കിത് അടിപൊളിയാക്കാം. പുള്ളി പറഞ്ഞ് കുറച്ച് വെയിറ്റ് കയറ്റി പോയി ഷൂട്ട് ചെയ്തു. ഇതാണ് പ്രോസസ്സ്. എൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് അറിഞ്ഞൂടെ ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. റിബൽ എന്ന് പറഞ്ഞ തമിഴ് പടത്തിൻ്റെ ട്രെയിലറോ എന്തോ മറ്റോ കണ്ടിട്ടാണോ, അതോ ഇനി ഇൻസ്റ്റാഗ്രാമിലൂടെ എൻ്റെ ഏതെങ്കിലും ഫോട്ടോ കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയാണ് ഇവർക്ക് എന്നെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, അത് ലക്കാ. ഞാൻ കറങ്ങി അവരുടെ പ്രൊഫൈലിൽ പോകുന്ന ലക്കാ. ഈ ക്യാരക്ടർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് വന്നത് എൻ്റെ കയ്യിൽ. ഓക്കെ. കുറേ വലിയ ആൾക്കാരുടെ അടുത്ത് പോയി അവർ വിട്ടിട്ടാണ് ഇതെനിക്ക് വരുന്നത്. അപ്പം ഞാനാണ് ഇതിൽ ദ ചോസൺ വൺ, മുരുകന് വേണ്ടിയിട്ടുള്ള. അപ്പം എനിക്ക് അത്ഭുതമായിരുന്നു. ബേസിക്കലി എനിക്ക് ടെൻഷൻ, ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ ബ്രോ, നമ്മളൊരു മുറിക്കകത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. മറ്റേ നമ്മൾ കോസ്റ്റ്യൂം ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ആക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി വേറെയാണ്. അപ്പം ഓഡീഷൻ ഞാൻ ഏതിൽ ചെയ്യുന്നുള്ള ടെൻഷനാണ്. നോക്കിയപ്പോൾ ഓഡീഷനേ ഇല്ല. എനിക്കറിഞ്ഞൂടെ ഇവർ എന്ത് ഗഡ്സിലാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് തന്നു എന്നുള്ളത്. കഥാപാത്രമാണെങ്കിൽ പടം മൊത്തം ഉണ്ട്, ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ ക്യാരക്ടറുണ്ട്. അതിലൊരു സർട്ടേൺ ഓഫ് സ്പേസ് എൻ്റെത് മാത്രമായിട്ട് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിന് വേണ്ടി മാത്രമായിട്ട് ഇവർ എനിക്കൊരു സ്പേസും തരുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഗട്ട്സാണ്, ഗൗതം സാറിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റോ അല്ലെങ്കിൽ ഒരു മാരക ധൈര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം.